ഇന്നലെ ശബരിമല സന്നിധാനത്ത് കൊടിമരത്തിന്റെ വാജിവാഹന പ്രതിഷ്ഠ കഴിഞ്ഞ് അധിക സമയം പിന്നിടും മുമ്പാണ് പഞ്ചവർഗത്തറയിലെ സ്വർണ്ണത്തകിട് കേടുവരുത്തിയ നിലയിൽ കണ്ടെത്തിയത്. മാതൃഭൂമി ന്യൂസിലൂടെ വാർത്ത പുറംലോകമറിഞ്ഞതോടെ പോലീസും ദേവസ്വം അധികൃതരും സടകുടഞ്ഞെഴുന്നേറ്റു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പമ്പയിൽ നിന്ന് 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരു ദിവസം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് കേരള പോലീസ് സംഭവത്തിൽ അട്ടിമറിയില്ലെന്ന നിഗമനത്തിലെത്തിയത്. ആന്ധ്രയിലും മറ്റുമായി നടന്ന അന്വേഷണത്തിൽ നവധാന്യത്തിനൊപ്പം രസവും കൊടിമരച്ചുവട്ടിൽ ഒഴിക്കുന്ന ചടങ്ങ് പ്രചാരത്തിലുണ്ടെന്നും അതാണ് ഈ സംഘം സന്നിധാനത്തും നടത്തിയതെന്നുമാണ് പോലീസ് വിശദീകരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് അത് വേറെ അപാകതകളൊന്നുമില്ല, ഇൻകൺസിസ്റ്റൻസി ഒന്നുമില്ല. അവർ പറഞ്ഞേക്കുന്ന എല്ലാം പത്മനാഭസ്വാമി ടെമ്പിൾ പോയത്, അവർ വന്ന സമയം പോകുന്ന സമയം അവർ ചെയ്ത കാര്യം, പിന്നെ ഇത് കുറേ അവർ ഫോട്ടോഗ്രാഫ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ഇതുവരെ അറ്റ്ലീസ്റ്റ് ഇൻകൺസിസ്റ്റൻസി ഒന്നും കണ്ടിട്ടില്ല. ഒരു കുറ്റകൃത്യം ചെയ്യുന്ന അല്ലെ അവർ ഒഴിക്കുന്ന കാര്യം വരെ കൃത്യമായിട്ട് ഫോട്ടോഗ്രാഫ് ഉണ്ട്. എന്നാൽ സംഭവം അത്ര നിസ്സാരമായല്ല കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയും റോയും സംഭവത്തിൽ ഗൗരവമായ അന്വേഷണമാണ് നടത്തുന്നത്. ഇരു ഏജൻസികളുടെയും ഉദ്യോഗസ്ഥർ പത്തനംതിട്ടയിലെത്തി പ്രതികളിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല ആന്ധ്ര പോലീസും കേരളത്തിലെത്തിയിട്ടുണ്ട്. പിടിയിലായ 5 പേർക്കും ആന്ധ്രയിൽ സജീവമായ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടോ എന്നാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത്. കൊടിമരത്തിൽ സ്വർണം പൂശിയ ആന്ധ്രയിലെ ഗ്രൂപ്പുമായി മാവോയിസ്റ്റുകൾക്ക് ശത്രുതയുണ്ട്. ഇത് കൊടിമരം നശിപ്പിക്കാൻ പ്രേരണയായിട്ടുണ്ടോ എന്നും പരിശോധിക്കും. സംഘം ശബരിമലയിലെത്തിയ ശേഷമുള്ള നടപടികളും ദുരൂഹമാണ്. 3 ദിവസം ഇവർ സന്നിധാനത്ത് തങ്ങിയതായി വ്യക്തമായിട്ടുണ്ട്. സംഭവം നടന്നതിന്റെ തലേദിവസം താൽക്കാലിക കോണി വഴി കൊടിമരത്തിന് മുകളിൽ കയറാനും സംഘം ശ്രമിച്ചിരുന്നു. ഇന്നലത്തെ CCTV ദൃശ്യങ്ങളിൽ ദുരൂഹമായ സാഹചര്യത്തിൽ കൊടിമരത്തിന് സമീപം ഈ 5 പേരും വട്ടം കൂടി കൂടിയാലോചനകൾ നടത്തുന്നതും കാണാം. ഇത്രയും സുരക്ഷയുള്ള ശബരിമലയിൽ നടന്ന ടെസ്റ്റ് ഡോസ് ആണോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ലക്ഷക്കണക്കിന് ഭക്തരെത്തിയ പ്രധാന ചടങ്ങ് നടന്ന ദിവസം ഈ സംഭവമുണ്ടായത് കനത്ത സുരക്ഷാ വീഴ്ചയാണെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. തലേന്ന് കൊടിമരത്തിൽ കയറാൻ ശ്രമിച്ചിട്ടും ഈ സംഘം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. മാത്രമല്ല കൊടിമരച്ചുവട്ടിൽ ഈ സംഭവം നടക്കുമ്പോൾ ആവശ്യത്തിന് പോലീസ് ഇല്ലായിരുന്നതായും ആരോപണമുണ്ട്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ഗാർഡുകൾ ഈ 5 അംഗ സംഘത്തെ പമ്പയിൽ നിന്ന് പിടികൂടിയിട്ട് ഇവരെ ഏറ്റെടുക്കാൻ കേരള പോലീസ് ആദ്യഘട്ടത്തിൽ വിമുഖത കാണിച്ചതായും ആരോപണമുയർന്നിട്ടുണ്ട്.